വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് മോശയോട് ശാബത്ത് ആചരണത്തെക്കുറിച്ച് അരുളി ചെയ്തു. നിങ്ങൾ ശാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായൊരു ദിവസമാണ്. അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം. അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 6 ദിവസം ജോലി ചെയ്യണം, എന്നാൽ 7-ാം ദിവസം ശാബത്താണ്, കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം. ശാബത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം. പുറപ്പാട് 31-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. സീനായ് മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിന് ശേഷം ഉടമ്പടി പത്രിക, തൻ്റെ വിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പലകകൾ ദൈവം അവന് നൽകി. മോശ മലയിൽ നിന്നിറങ്ങി വരാൻ താമസിച്ചതിനാൽ ജനങ്ങൾ രോഷാകുലരായി. അഹ്റോനോട് തങ്ങളെ നയിക്കാൻ ദേവന്മാരെ ഉണ്ടാക്കിത്തരിക എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. അഹ്റോനാകട്ടെ ജനങ്ങളുടെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി ഒരു കാളയുടെ പ്രതിമയുണ്ടാക്കി അതിനെ ആരാധിക്കാൻ പദ്ധതിയിട്ടു. ഈ സമയം കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലേ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് 32-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവ് ഉഗ്രകോപത്താൽ അവരെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നത് കണ്ട മോശ കർത്താവിൻ്റെ കാരുണ്യത്തിനായി കരഞ്ഞപേക്ഷിച്ചു. കർത്താവ് തൻ്റെ ജനത്തിനെതിരായ തീരുമാനത്തിൽ നിന്നും പിന്മാറി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് മോശയോട് ശാബത്ത് ആചരണത്തെക്കുറിച്ച് അരുളി ചെയ്തു. നിങ്ങൾ ശാബത്ത് ആചരിക്കണം, കാരണം